Hello everyone. This is Faiz from AIMS Nagpur. So, നമ്മൾ ചാപ്റ്റർ നമ്പർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആയിരുന്നു എന്ത് ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നമ്മൾ പൊട്ടൻഷ്യൽ പാർട്ട് എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് കപ്പാസിറ്റൻസ് പോർഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, പൊട്ടൻഷ്യലിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് സൊല്യൂഷൻ ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് we have seen what is electrostatic potential and its equation, the potential energy difference. Okay, and potential due to a point charge and potential due to an electric dipole. Okay, we have seen that also. And potential due to a system of charges and potential due to system of charges in an external field also. നമ്മൾ അതും കണ്ടല്ലോ. So നമ്മൾ എന്ത് ചെയ്തു, then equipotential surfaces, relation between field and potential. Okay, so നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് സോൾവ് ചെയ്യാണ്. നമുക്ക് കണ്ടക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ തിയറി ഡിസ്കസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ബ്രീഫ് തരാൻ വേണ്ടി ഞാൻ ഇവിടെ ഇത് വായിച്ചു തരാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക്ഡ് ഡൺ ബൈ an external force equal and opposite to the electrostatic force in bringing a charge q from a point r to a point p. q into vp minus vr അല്ലേ? അതായത് പി പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് ആർ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ, അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടും. ആക്ച്വലി വിച്ച് ഈസ് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് ക്യൂ ബിറ്റ്വീൻ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, അത് ആക്ച്വലി എന്തായിരുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലേ, 1/4πε0 q/r പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് നമുക്ക് അത്ര വെറും 11 ചോദ്യമേ ഉള്ളൂ. എന്ത് ചെയ്യാം, ആദ്യ ചോദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വി ഹാവ് ടു ചാർജസ് 5 × 10⁻⁸ coulomb and -3 × 10⁻⁸ coulomb are located 16 centimeter apart. At what point on the line joining the two charges is the electric potential 0 and take the potential at infinity to be 0. ഇവരെ ലൈൻ ജോയിൻ ചെയ്യുന്നില്ലേ, അതിന്റെ ഇടക്കുള്ള ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താവുന്നത്, 0 ആവുന്നത് എന്നാണ് നമ്മളെ ചോദ്യം. വെരി സിമ്പിൾ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലും സിമിലർ ടൈപ്പ് ഓഫ് ചോദ്യം ചെയ്തിരുന്നു. സോ ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് 0 ആവേണ്ടത്. നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്താണ്, നമ്മുടെ ഫസ്റ്റ് കൺസേൺ സിമ്പിൾ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. കറക്റ്റ്. സോ നമ്മുടെ സമ്മറിയിലേക്ക് നമ്മൾ പോവാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ് നോക്കിക്കോ. Potential at a point is the work done per unit charge. Okay, this is the definition. Simply saying, potential at a point with the position vector r due to a point charge q placed at the origin is given by 1/4πε0 q divided by r. This is the potential due to a point charge q. So simply നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം പൊട്ടൻഷ്യൽ. അതായത് എന്റെ കയ്യിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ട് ക്യൂ. എനിക്ക് അതിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ എന്താണ് ഇതിന് ഇക്വേഷൻ വരിക, പൊട്ടൻഷ്യൽ സപ്പോസ് പോയിന്റ് പി ആണെങ്കിൽ വി പി ഈസ് ഈക്വൽ ടു 1/4πε0 q divided by r. This is the potential at point P due to Q. And the point P is located r distance from point charge Q. ലൈക് സിമ്പിളി പറയുകയാണെങ്കിൽ അങ്ങനെയല്ലേ. നമ്മളെ ചോദ്യം എന്താണ് ഇവിടെ, സോ നമ്മളെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 2 പോയിന്റ് ചാർജ് ഇല്ലേ, 5 × 10⁻⁸ കൊളോമും -3 × 10⁻⁸ കൊളോമും. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 2 പോയിന്റ് ചാർജ് ഉണ്ട്. ഓക്കെ, ഞാൻ എടുക്കുകയാണ് 2 പോയിന്റ് ചാർജ്. ഓക്കെ, ഒന്നാമത്തെ ചാർജ് എന്താണ്, 5 × 10⁻⁸ കൊളോം, 5 × 10⁻⁸ കൊളോം. ഓക്കെ, 5 × 10⁻⁸ കൊളോം. രണ്ടാമത്തെ ചാർജോ -3 × 10⁻⁸ കൊളോം, -3 × 10⁻⁸ coulomb are located 16 centimeter apart. Okay. At what point on the line joining the two charges is the electric potential 0? ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത്, നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഓക്കെ,
സോ ഞാൻ സിംപ്ലി ഒരു അനദർ സിനാരിയോ എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഓക്കെ ഐ ഹാവ് 2 ചാർജസ്. ഇത് ഞാൻ Q1 എടുക്കുകയാണ്. ഇത് ഞാൻ എടുക്കുകയാണ് എന്ത് മൈനസ് ഓക്കെ ലൈക്ക് സം ചാർജസ് ബട്ട് ഇറ്റ് ഈസ് മൈനസ് ഓക്കെ ആൻഡ് ദേ ആർ ഡിസ്റ്റൻസ്ഡ് R. ഓക്കെ അവർ തമ്മിലുള്ള സെപ്പറേഷൻ R ആണ്. എനിക്ക് ഇതിന്റെ ഇവരെ ഇടയ്ക്കുള്ള ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ് കാണണം. അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0. സോ എനിക്ക് പോയിന്റ് അറിയത്തില്ല. സോ അറിയാത്തിടത്തോളം കാലം ഞാൻ എന്ത് എടുക്കുകയാണ്, ഞാൻ സപ്പോസ് ഈ Q1 നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് പോയിന്റ് ഞാൻ എന്ത് ചെയ്യാണ് ഇമാജിൻ ചെയ്യണം. ദാറ്റ് ഈസ് പോയിന്റ് പി. അവിടെയാണ് പൊട്ടൻഷ്യൽ 0. ഓക്കെ അപ്പൊ ആ പോയിന്റിൽ ഈ ചാർജ് കൊണ്ട് പൊട്ടൻഷ്യൽ കാണും, ഈ ചാർജ് കൊണ്ട് പൊട്ടൻഷ്യൽ കാണും. Q1 കൊണ്ട് എന്തായിരിക്കും പൊട്ടൻഷ്യൽ 1 ഡിവൈഡ് അല്ലെ വി അറ്റ് പി. ഞാൻ എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി തരാം. പൊട്ടൻഷ്യൽ അറ്റ് പി പൊട്ടൻഷ്യൽ അറ്റ് പി പൊട്ടൻഷ്യൽ അറ്റ് പി potential at P due to Q1. Potential at P due to Q1 will be how much? 1 divided by 4 pi epsilon naught. 1 divided by 4 pi epsilon naught Q1 divided by X. Okay. Any potential due to potential at P due to charge minus Q2 will be how much? 1 divided by 4 pi epsilon naught മൈനസ് Q2 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും ഈ ഡിസ്റ്റൻസ്? അത് എക്സ് ആണെങ്കിൽ ഇത് R മൈനസ് എക്സ് ആയിരിക്കത്തില്ലേ? R മൈനസ് എക്സ്. സോ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? ഇത് രണ്ടും ഈക്വൽ ആയാൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? സോ അപ്പൊ അതിൽ നമുക്ക് എക്സ് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം അല്ലെ? അതുപോലെ സെയിം അപ്രോച്ച് ആണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം? സോ ഞാൻ സപ്പോസ് ഞാനൊരു ഇമാജിനറി പോയിന്റ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ പോയിന്റ് പി. ആ പോയിന്റ് പി എത്രയാണ്? എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് ഫ്രം 5 into 10 raised to minus 8 coulomb. Okay. So minus 3 into 10 raised to minus 8 coulomb എത്ര ഡിസ്റ്റൻസ് അകലെയായിരിക്കും? 16 മൈനസ് എക്സ്. ഓക്കെ യെസ്. സോ നമുക്ക് എടുക്കാം. സോ പൊട്ടൻഷ്യൽ അറ്റ് പി പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു 5 into 10 raised to minus 8 coulomb ചാർജ് എത്രയായിരിക്കും വരിക? അത് വരിക എത്രയായിരിക്കും? 1 divided by 4 pi epsilon naught 5 into 10 raised to minus 8 coulomb divided by ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് അല്ലെ? സിംപിളി 1 by 4 pi epsilon 2 divided by R അല്ലെ? സിമ്പിൾ ഫോർമുല. രണ്ടാമത്തതോ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ചാർജ് minus 3 into 10 raised to minus 8 coulomb will be how much? 1 divided by 4 pi epsilon naught minus 3 into 10 raised to minus 8 coulomb divided by 16 minus x. Clear? So നമ്മൾ എന്താണ് കാണേണ്ടത്? The line joining the two charges electric potential should be 0. Electric potential should be 0. This is the catching point. So 0 ആവണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെ? നമുക്ക് എന്ത് ഈക്വൽ ആക്കാം. സോ അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ ഈക്വൽ ആക്കിയിട്ട് ഇക്വേറ്റ് ചെയ്യാം. 1 divided by 4 pi epsilon naught 5 into 10 raised to minus 8 divided by x is equal to 1 divided by 4 pi epsilon naught minus 3 into 10 raised to minus 8 coulomb divided by 16 minus x. ഓക്കെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലേ? കാരണം ആ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇത് ആക്ച്വലി പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ? ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണെങ്കിൽ അല്ലെ? ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് അല്ലെ? പ്ലസും മൈനസും ക്യാൻസൽ ആവില്ലേ? സോ ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ പോയിന്റിൽ എന്താവൂ? പൊട്ടൻഷ്യൽ 0 ആവും. ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് വൈസ് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കി. സോ എനിക്കിവിടെ 1 by 4 pi epsilon കട്ട് ചെയ്യാം. 10 raised to minus 8 ഞാൻ കട്ട് ചെയ്തു. 5 divided by x which is equal to minus 3 divided by 16 minus x. ഞാനിവിടെ മൈനസ് വെക്കേണ്ട ആവശ്യമുണ്ടോ? കറക്റ്റ്ലി ഇവിടെ മൈനസ് വെച്ചാലും സീനില്ല, പ്രശ്നമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? minus 3 into x which is equal to minus 3 into x. ഇവിടെ minus 3 വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഓലെ നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. 3x equal to 5 into 16 minus x. ഓക്കെ ഇനി ഇതുവരെ പറഞ്ഞ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം.
ആ മൈനസ് വെക്കുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് പി 2 ചാർജ് ഉള്ളതുകൊണ്ട് സിസ്റ്റം ഓഫ് ചാർജ് ആയതുകൊണ്ട് 2 പൊട്ടൻഷ്യൽ കിട്ടി. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെ, ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി, ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി എന്തായിരിക്കും വരിക? 1 divided by 4 pi epsilon naught 5 into 10 raised to minus 8 coulomb divided by x plus the minus അല്ലേ, so minus 1 divided by 4 pi epsilon naught 3 into 10 raised to minus 8 coulomb divided by 16 minus അല്ലേ? Yes. And potential at P should be 0. നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് ഇക്വേറ്റ് ചെയ്യാം? ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇത് ഷുഡ് ബി 0. ഇത് 0 ആവുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് 0 ആവുമ്പോൾ അല്ലെ, ഞാൻ ഇതിനെ ഇക്വേഷന്റെ ഈ ഭാഗത്തെ കൊണ്ടുവന്നാൽ എങ്ങനെ വരും നമുക്ക്? യെസ്, ഇങ്ങനെ വരില്ലേ? സിമ്പിൾ. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. നമുക്ക് ഇങ്ങനെ കിട്ടി. ആൻഡ് 3x is equal to 5 into 16 how much? 80 minus 5x. So 8x is equal to 80. That is x is equal to 80 divided by 8, that is 10 centimeter. So 10 centimeter from 5 into 10 raised to minus 8 coulomb. ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൊട്ടൻഷ്യൽ എന്താന്ന് കാണാൻ പറ്റുന്നുണ്ട്. പൊട്ടൻഷ്യൽ is 0. Okay, so distance 10 centimeter from positive charge, potential is 0. Okay, clear അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ്. Okay, we have to take a regular hexagon. Okay, sorry. ഒന്നാമത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് at what point on the line joining the two charges is the electric potential? What points? Okay, still അല്ലെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. അതായത് രണ്ട് ചാർജിന്റെയും ഇടയിലുള്ള പോയിന്റ്, ഇടയിൽ ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടു മോർ പോസിബിലിറ്റീസ് ഉണ്ട് എന്ത് പൊട്ടൻഷ്യൽ 0 ആവാൻ. എവിടെയൊക്കെയാണ്? ഒന്ന്, ആ പോസിറ്റീവ് ചാർജിന്റെ ലെഫ്റ്റ് സൈഡിൽ പൊട്ടൻഷ്യൽ ചിലപ്പോൾ 0 ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ റൈറ്റ് സൈഡിൽ ചിലപ്പോൾ എന്തായിരിക്കാം? പൊട്ടൻഷ്യൽ 0 ആവാം. സോ ആ രണ്ട് പോസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം അല്ലേ? നമുക്ക് ആ രണ്ട് പോസിബിലിറ്റി എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഞാൻ എടുക്കട്ടെ. എവിടെ നമ്മള്? യെസ്, നമ്മൾ ഡയഗ്രാം. ഓക്കെ, സപ്പോസ് ഈ പോയിന്റിൽ, ഏത് പോയിന്റിൽ? ഈ പോയിന്റിൽ, അതായത് ഈ പോയിന്റിൽ എവിടെയോ പൊട്ടൻഷ്യൽ 0 ആവാൻ ചാൻസ് ഉണ്ട്. ഈ പോയിന്റിൽ ഞാൻ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഒരു റാൻഡം പോയിന്റ് എടുത്തു. റാൻഡം പോയിന്റ് എടുത്തു. സോ ആൻഡ് ഞാൻ എന്തെടുക്കാണ്? ഈ ഡിസ്റ്റൻസ് സപ്പോസ് എ ആയിട്ട് എടുത്തു. സോ ഈ പോയിന്റ് ഞാൻ ക്യൂ ആയിട്ട് എടുത്തു. സോ പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഏതാണ് പോസിറ്റീവ് ചാർജ്? 5 into 10 raised to minus 8 coulomb. പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എത്ര വരിക? k into 1/4 k എടുക്കാണ്. k into 5 into 10 raised to minus 8 divided by a. കറക്റ്റ് അല്ലേ? അതേപോലെ പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്, പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എത്ര വരിക? മൈനസ് k into 3 into 10 raised to minus 8 divided by 16 plus അല്ലേ? 16 പ്ലസ് ഒരു പോസിബിലിറ്റി ഇല്ലേ? സോ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ പോസിബിലിറ്റി എന്ത് ചെയ്യുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്ക്, ഇവിടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കൂടുതലാണ്, അതുപോലെ ഡിസ്റ്റൻസ് കുറവാണ്. ചാർജ് കൂടുതൽ, ഡിസ്റ്റൻസ് കുറവ്. സോ പൊട്ടൻഷ്യൽ എന്താണ് ഇവിടെ? കൂടുതലാണ്. അതുപോലെ ഇവിടെ നോക്ക്, ചാർജ് കുറവ്, ഡിസ്റ്റൻസ് കൂടുതൽ, സോ പൊട്ടൻഷ്യൽ കുറയും. സോ ലെഫ്റ്റ് സൈഡിൽ എന്താ പറ്റില്ല? പൊട്ടൻഷ്യൽ 0 ആവാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് സം പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി ഞാൻ ഈ നെഗറ്റീവ് ചാർജിന്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്താണ്. നെഗറ്റീവ് ചാർജിന്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്തു. സപ്പോസ് പോയിന്റ് ഇസഡ് എടുത്തു. ആൻഡ് ദാറ്റ് ഈസ് പി ഡിസ്റ്റൻസ് ഫ്രം നെഗറ്റീവ് ചാർജ്. സോ ഇവിടെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. എന്ത്? ഒന്നാമത്തെ പൊട്ടൻഷ്യൽ അറ്റ് ഇസഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എത്ര വരിക? k into 3 into 10 raised to minus 8 മൈനസ് അല്ലേ? ഡിവൈഡഡ് ബൈ p. അതേപോലെ v at z ഡ്യൂ ടു
പോസിറ്റീവ് ചാർജ് എത്ര k into 5 into k into 5 into 10⁻⁻8 divided by 16 plus. ഇവിടെ നോക്ക്, ഇവിടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയ സ്ഥലത്ത് ഡിസ്റ്റൻസ് കൂടുതൽ. സോ ഇത് രണ്ടും എന്താണ്ട് ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇത് രണ്ടും ഈക്വൽ ആവും. ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടാം? പൊട്ടൻഷ്യൽ 0 കിട്ടാം. നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്താൽ കെയും കെയും ക്യാൻസൽ ആയിപ്പോ വി വിൽ ഗെറ്റ് 3 into 10⁻⁸ divided by b which is equal to 5 into 10⁻⁸ divided by 16 plus b. ക്യാൻസൽ ചെയ്യാം. 3 into 16 plus b which is equal to 5b. It will be 48 plus 3b equal to 5b. 48 equal to 2b. b equal to 24 centimeter. So നമ്മൾ പോസിറ്റീവ് ചാർജ് 24 പ്ലസ് 16 40 സെന്റിമീറ്റർ അകലെയും എന്താവാൻ ചാൻസ് ഉണ്ട്? പൊട്ടൻഷ്യൽ 0 ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 8 സെന്റിമീറ്റർ അകലെയും അല്ലെ? 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയത് 8 ഇല്ല 10 ആയിരുന്നു. 10 യെസ്. 2 പോയിന്റിൽ നമുക്ക് പൊട്ടൻഷ്യൽ 0 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Second question, the question says we have a regular hexagon of side 10 centimeter. We have a regular hexagon of side 10 centimeter has a charge 5 microcoulomb at each of its vertices. Calculate the potential at the center of the hexagon. Again, very simple. നമ്മുടെ കയ്യിൽ എന്തൊരു ഹെക്സഗൺ ഉണ്ട്. ഹെക്സഗണിന്റെ എല്ലാ വേർട്ടെക്സിലും നമുക്ക് ചാർജ് ഉണ്ട്. ഹെക്സഗണിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ കണ്ടാൽ മതി. ജസ്റ്റ് പൊട്ടൻഷ്യൽ ആണ്. ഇക്വേഷൻ ഈസ് 1/4πε q divided by r അല്ലേ? ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് പോവാം അല്ലേ? ആഡ് ചെയ്ത് പോകാം. ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. വെക്ടർ സമല്ല, ജസ്റ്റ് സ്കെലാർ സമം പോലെ നമുക്ക് ആഡ് ചെയ്ത് പോകാം. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് എന്ത് പൊട്ടൻഷ്യൽസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഒരു എന്ത് വരക്കാം? ഒരു ഹെക്സഗൺ വരക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഹെക്സഗൺ we are supposed to draw. Okay, this is the hexagon. Okay, excuse me. Yeah, good. 1 2 3 4 5 6. Okay, this is hexagon. Okay, we have equal charge 5 microcoulomb at each of its vertices. Yes, so ഞാൻ എടുക്കാണ്. പോസിറ്റീവ് ചാർജ് അല്ലേ? യെസ്, ഇറ്റ്സ് പോസിറ്റീവ്. സോ പ്ലസ് ക്യൂ ഇവിടെ, പ്ലസ് ക്യൂ ഇവിടെ, പ്ലസ് ക്യൂ ഇവിടെ, പ്ലസ് ക്യൂ, പ്ലസ് ക്യൂ, പ്ലസ് ക്യൂ. ആൻഡ് ക്യൂ is equal to how much? 5 microcoulomb. 5 microcoulomb. And hexagon of side 10 centimeter. So each side is 10 centimeter. I'm taking one side as A, 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 and A is equal to 10 centimeter. എന്താണ് കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ഹെക്സഗൺ. ഹെക്സഗണിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കാണേണ്ടത്. ഹെക്സഗണിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഹെക്സഗണിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ. സോ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. സോ ഞാൻ സെന്റർ സി ആയിട്ട് എടുക്കാണ്. നമ്മൾ എന്താണ് കാണേണ്ടത്? പൊട്ടൻഷ്യൽ അറ്റ് സി അല്ലെ? സെന്റർ ഓഫ് ദ ഹെക്സഗൺ. അതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ ടാസ്ക് അതാണ്, പൊട്ടൻഷ്യൽ അറ്റ് സി കണ്ടുപിടിക്കണം. സോ പൊട്ടൻഷ്യൽ അറ്റ് സി കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ചാർജ് ഒന്നും സിയിലേക്കുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ്, ദിസ്. ഓക്കെ, ആക്ച്വലി ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഇവിടെ ആക്ച്വലി ആറ് ടി, നമുക്കിവിടെ 6 എന്ത് ചെയ്യാൻ പറ്റും? യെസ്, സോ ദിസ് ആക്ച്വലി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. കറക്റ്റ്. സോ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. ഈച്ച് ഡിസ്റ്റൻസ് വിൽ ബി എ ഓൺലി. എ എ എ. കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് സി ആണ് കാണേണ്ടത്. എല്ലാ ചാർജും പോസിറ്റീവ് ആണ്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് 6 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതിന് പൊട്ടൻഷ്യൽ ഡ്യൂ ടു 1 ചാർജ് കാണാണ് അറ്റ് സി. വി പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു 1 ചാർജ് പ്ലസ് ക്യൂ. എത്രയാ വരുന്നത്? കെ ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻6 മൈക്രോകുളോം അല്ലേ? ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻⁻. സോ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 10⁻⁻1. ഇറ്റ് വിൽ ബി കെ ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻.
5. ഇതേപോലെ എത്ര ചാർജ് ഉണ്ട്? 6 ചാർജ്. So potential at C, total potential at C will be how much? 6 into K into 5 into 10 raised to minus 5. നമുക്ക് K ന്റെ വാല്യൂ എന്തായിരുന്നു? K ന്റെ വാല്യൂ നമുക്കറിയാം 9 into 10 raised to 9. അത് കൊടുത്താൽ 6 into 9 into 10 raised to 9 into 5 into 5 into 10 raised to minus 5. 5 into 10 raised to minus 5. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 6 into 5, 30 into 9 into 10 raised to 4. 270 into 10 raised to 4, or else I can write 2.7 into 10 raised to 6 volt. 2.7 into 10 raised to 6 volt. Okay, very simple question only. Okay, so let's move to question number 2.3. We have two charges, 2 microcoulomb and minus 2 microcoulomb are placed at points A and B 66 centimeter apart. രണ്ട് ചാർജ് ഉണ്ട്, 2 microcoulomb minus 2 microcoulomb, പോയിന്റ്സ് A and B ആണ് 6 centimeter apart ആണ്. We have to identify the equipotential surface of the system. Equipotential surface of the system. And B, what is the direction of the electric field at every point on this surface? അങ്ങനെ pretty simple question ആണ്. ഞാൻ ഇതിന്റെ explanation ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി തരാം. Actually, this is from equipotential surface topic. Okay, yes. So, see, actually, what is an equipotential surface? That is the first question, correct? What is an equipotential surface? An equipotential surface is defined as, equipotential surface is defined as the surface over which the total potential is zero. The total potential is zero. Total potential is zero. Okay, ഇനി നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്ക്, നമുക്ക് രണ്ട് ചാർജ് ഉണ്ട് at points A and B 6 centimeter apart. നമ്മളെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. നമ്മളെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട്? രണ്ട് ചാർജ് ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു ചാർജ്, എയിലൊരു ചാർജ്, അതേപോലെ ബിയിലൊരു ചാർജ്. ആൻഡ് ചാർജ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്. സോ ഇവിടെ ഞാൻ പ്ലസ് ക്യൂ എടുത്താൽ ഇവിടെ മൈനസ് ക്യൂ എടുക്കാം. സോ അറ്റ് മിഡ് പോയിന്റ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി. കറക്റ്റ് അല്ലേ? സോ പ്ലെയിൻ എവിടെയാണ് ഉണ്ടാവുക? മിഡ് പോയിന്റിൽ അല്ലെ? മിഡ് പോയിന്റിലാണ് പ്ലെയിൻ കാണുക. നമുക്ക് പറയാം ദ പ്ലെയിൻ ഈസ് ലൊക്കേറ്റഡ് at the midpoint. The plane is located at the midpoint of line AB as the magnitude of the charges. Magnitude of the charges is the same. അല്ലെ? magnitude of the charge എന്താണ്? സെയിം ആണ്. സോ കറക്റ്റ് മിഡ് പോയിന്റിൽ നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും. And at every point on the surface, direction of the electric field is normal to the plane, the direction of AB. അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? നോർമൽ ടു ദ പ്ലെയിൻ അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചാൽ നമുക്ക് എന്താ പറയാം? ഇറ്റ് വിൽ ബി നോർമൽ ടു ദ പ്ലെയിൻ. നോർമൽ ടു ദ പ്ലെയിൻ. ഓക്കെ, യെസ്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് വായിച്ചുതരാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കോൺസെപ്റ്റ് ഇതിലുണ്ടോ? യെസ്. An equipotential surface is a surface over which potential has a constant value. For a point charge, concentric spheres centered at the location of the charge are equipotential surfaces. The electric field E at a point is perpendicular to the equipotential surface through that point. Okay. So perpendicular to the plane ആയിരിക്കും. നമ്മളത് കണ്ടു. Okay. Let's move to question number 2.4. A spherical conductor of radius 12 centimeter has a charge of 1.6 into 10 raised to minus 7 coulomb distributed uniformly on its surface. What is the electric field inside the sphere, just outside the sphere, at a point 18 centimeter from the center of the sphere? Okay, ഇവിടെ നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ.
ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഇൻസൈഡ് സ്ഫിയർ കാണണം, ഔട്ട്സൈഡ് സ്ഫിയർ കാണണം, പിന്നെ അറ്റ് ദ സർഫസ് ഓഫ് ദ സ്ഫിയർ നമ്മൾ കാണണം. ഓക്കെ. ഓക്കെ, we have a spherical conductor of radius 12 centimeter has a charge of 1.6 into 10 raised to minus 7 coulomb distributed uniformly on its surface. What is the electric field inside the sphere? See, this is what? This is a spherical conductor. കണ്ടക്ടറിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. കണ്ടക്ടറിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സീറോ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടർ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടർ. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടർ എവിടെ? പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടർ, യെസ്, പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. സി, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? ഒരു കണ്ടക്ടറാണ്, ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ സ്ഫിയർ നമുക്ക് ഒരു സംശയമില്ലാണ്, നമുക്ക് എന്താ പറയാം, ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സീറോ, ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടക്ടർ. അടുത്ത വരും എന്താണ്? ഔട്ട്സൈഡ് ദ സ്ഫിയർ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ സിംപിളി നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം? ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കാണേണ്ടത്? കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമുക്ക് കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കൊടുത്താൽ കെ എത്രയാണ്? 9 into 10⁻9 ഇൻറ്റു ക്യൂ എത്രയാണ്? 1.6 into 10⁻⁻7 കുളോം തന്നെയാണ്, ഡിവൈഡഡ് ബൈ ആർ. റേഡിയസ് എടുക്കുകയാണ്, ദാറ്റ് ഇസ് 12 centimeter. 12 into 10⁻². സോ 12 into square, that is 144 into 10⁻⁴. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യാം. സോ 9 into 1.6 ഡിവൈഡഡ് ബൈ 144. ഇനി നമുക്ക് പവേഴ്സ് നോക്കാം. 10⁻⁹, 10⁻²i, 10⁻⁶. ഓക്കെ, നമുക്ക് ഇനി കാൽക്കുലേറ്റർ വെച്ച് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. എന്താണ് സോൾവ് ചെയ്യാനുള്ളത്? 9 into 1.6 divided by 144, that is 0.1. That is 10⁻⁻1 into 10⁻⁶. It will be 10⁻⁵ Newton per coulomb. ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്? 10⁻⁵ Newton per coulomb. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ഡൺ. വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ പാർട്ട് എന്താണ്? അറ്റ് എ പോയിന്റ് 18 centimeter ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ. At a point 18 centimeter from the center of the sphere. Again, similar approach, kq divided by r square. kq divided by r square. ഇവിടെ നമുക്ക് 12 centimeter മാറ്റി 18 centimeter ആക്കി മാറ്റിയാൽ മതി. Similar approach only. 9 into 10⁻⁹ into 2 is how much? 1.6 into 10⁻⁻7. 1.6 into 10⁻⁻7 r square. 18 centimeter അല്ലേ? So 18 square. 18 into 18 into 10⁻⁻2 അല്ലേ? So 10⁻⁻4. നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 992. ഓക്കെ, സോ 1.6 divided by 2 into 18, that is 36 into 2 10⁻⁶. സോ നമുക്ക് 1.6 divided by 36 ആണ്. 1.6 divided by 36, that is 0.04. 0.04. That is 4 into 10⁻⁻2 into 10⁻⁶. This will be 4 into 10⁻⁴ Newton per coulomb. 4 into 10⁻⁴ Newton per coulomb. ഓക്കെ, ഓക്കെ. സോ നമ്മൾ മൂന്ന് പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി സോൾവ് ചെയ്തു. ലെറ്റ്സ് മൂവ് ടു 2.5. ഓക്കെ, നമ്മുടെ അടുത്ത 2.5 വോൾട്ടിന്റെ പാരലൽ കപ്പാസിറ്ററിന്റെ ഭാഗത്തേക്ക് വന്നു. നമ്മൾ കപ്പാസിറ്ററിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ, the parallel plate capacitor. Okay, അത് നമുക്ക് നോക്കാം. സിംപ്ലി കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്താണ്? സിംപ്ലി ആൻഡ് ഈ കോൺസ്റ്റന്റ് സി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ. ആൻഡ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ വരുന്നത് സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. C is equal to Q divided by V. Okay, C is equal to Q divided by V. Okay, so simply നമ്മൾ capacitance equation. C is equal to Q divided by V.
ഇനി നമുക്ക് എന്ത് കാണാനുണ്ട്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇതിനെ പറ്റി പഠിക്കാം. എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ consists of two large plain parallel conducting plates separated by a small distance. A parallel plate capacitor consists of two large plain parallel conducting plates separated by a small distance. A parallel plate capacitor consists of two large plain parallel conducting plates separated by a small distance. This is the basic concept of parallel plate capacitor. So നമുക്ക് സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം? രണ്ട് ലാർജ് പ്ലെയിൻ വേണം. നമുക്ക് എന്ത് വേണം? രണ്ട് ലാർജ് പ്ലെയിൻ. ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. രണ്ട് ലാർജ് പ്ലെയിൻ ആയി. ഓക്കെ, രണ്ട് പ്ലെയിനിന്റെയും ഏരിയ, സർഫസ് ഏരിയ എന്താണ്? രണ്ട് പ്ലെയിനിന്റെയും സർഫസ് ഏരിയ and surface charge density ഇത് സിഗ്മ ആണെങ്കിൽ ഇത് മൈനസ് സിഗ്മ, and their separated by distance small d. ഇതിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കത്തില്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് പോസിറ്റീവ്, സോ പോസിറ്റീവ് കൂടി നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇതായിരിക്കും എന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ബേസിക്കലി ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സെറ്റപ്പ്. രണ്ട് ലാർജ് പ്ലെയിൻ പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് കാണും ഓഫ് സർഫസ് ഏരിയ എ ആൻഡ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആൻഡ് നെഗറ്റീവ് സിഗ്മ റെസ്പെക്റ്റീവ്. Okay. See, the basic idea is since the D is much smaller than the linear dimension of the plates. D should be very smaller than the area. Actually, large plane parallel conducting plate separated by a small distance. Okay. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 റീജിയൻ കാണാൻ പറ്റും. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. റീജിയൻ 1ലും റീജിയൻ 3ലും നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് 0 കിട്ടും അല്ലെ? റീജിയൻ 1ലും റീജിയൻ 2ലും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ 1, 2 ഇവിടെ എടുത്തിരിക്കുന്നത്. സോ 1ഉം 2 ഇവിടെ. ഓക്കെ, 1ഉം 2. ഓക്കെ, 1 ഇവിടെ 2 എടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ലാർജ് പ്ലെയിൻ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ചാർജ് ക്യാരിയിങ് പ്ലെയിൻ കൊണ്ടുള്ള ഇൻഫിനിറ്റ് ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് അല്ലെ? സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. ഇവിടെ രണ്ടില്ലേ? സോ രണ്ട് പ്ലേറ്റ് കൊണ്ടുള്ള എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട് പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ നോട്ട്. ഈ ഒന്നാമത്തെ പോർഷൻ ആരുണ്ട്? പോസിറ്റീവ് ചാർജ് കൊണ്ട്, ഇതോ നെഗറ്റീവ് സിഗ്മ. യെസ്, കറക്റ്റ് അല്ലേ? സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. സോ ഇൻസൈഡ് ദ plate, in the inner region between the plates, the electric field due to two charged plates add up, giving electric field sigma divided by epsilon naught. So ഇവിടെ ആക്ച്വലി സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി Q by A epsilon naught. Q divided by A epsilon naught. Okay, Q divided by A epsilon naught. Clear? Okay. This is the electric field between the plates. And we know electric potential V is equal to electric field into D. Okay. So നമുക്ക് എഴുതാം V is equal to Q divided by A epsilon naught into D. Correct അല്ലേ? Q divided by A epsilon naught into D. Q divided by A epsilon naught into D. ഓക്കെ, സോ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടി. നമുക്ക് കപ്പാസിറ്റൻസിലേക്ക് എത്താനുള്ള ഇക്വേഷൻ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. ഓക്കെ, നമുക്ക് ഇതിനെ ആ ഒരു ടേംസിലേക്ക് മാറ്റണം. നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ Q ഡിവൈഡ് ചെയ്താൽ അല്ലെ, ഇവിടെ നമുക്ക് Q ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം.
നമുക്ക് എന്ത് ചെയ്യാം, ട്യൂണിങ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ എ എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു Q by V. That is equal to capacitance C. So capacitance C is how much? A epsilon naught divided by D. So ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ് C തരുന്ന ഇക്വേഷൻ എന്താണ്? A epsilon naught divided by clear, pretty clear. This is the main part. The capacitance C of the parallel plate capacitor is A epsilon naught divided by the capacitance C of a parallel plate capacitor. The capacitance C of a parallel plate capacitor. The capacitance C of a parallel plate capacitor is A epsilon naught divided by T. Okay, the capacitance C of the parallel plate capacitor is C is equal to A epsilon naught divided by. Okay, okay. ഇതാണ് എന്ത്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വരുന്നത്. ഓക്കെ, ഇവിടെ NCERT നോക്ക്, നമ്മൾ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് 1 millimeter ആണെങ്കിൽ നമുക്ക് എന്താണ് കപ്പാസിറ്റൻസ് കിട്ടുന്നത്? എങ്ങനെ അപ്രോച്ച് ചെയ്യാം? C is equal to A epsilon naught divided by D. ഏരിയ തന്നിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയർ, ഡിസ്റ്റൻസ് ഷുഡ് ബി വെരി സ്മോൾ, നോ? ഡിസ്റ്റൻസ് എത്ര തന്നിരിക്കുന്നത് ഇവിടെ? 1 millimeter. So capacitance C എന്തായിരിക്കും? Capacitance C will be, area is 1, epsilon naught ന്റെ വാല്യൂ 8.85 അല്ലേ? 8.85 into 10 raised to minus 12 divided by D, that is 10 raised to minus 3. ഓക്കെ, എത്ര കിട്ടും ഇത്? 8.85 into 10 raised to minus 9. So actually speaking, capacitance will be 8.85 nanofarad. 8.85 nanofarad. 8.85 nanofarad അല്ലേ വരുന്നത്? ഓക്കെ, ബിക്കോസ് യൂണിറ്റ് കപ്പാസിറ്റൻസ് യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ കിട്ടിയ കപ്പാസിറ്റൻസ് വളരെ ചെറുതല്ലേ? 8.85 into 10 raised to 0.85 into 10 raised to minus 9 ഫാരഡ് അല്ലേ? വളരെ ചെറിയ കപ്പാസിറ്റൻസ് കിട്ടുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കും അല്ലേ, കപ്പാസിറ്റൻസ് നമുക്ക് ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് സീയിങ് ദ ബിഗ്നെസ് ഓഫ് 1 ഫാരഡ്, ഒരു ഫാരഡ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെ, ഒരു പ്ലേറ്റിന്റെ ഏരിയ ആൻഡ് സെപ്പറേഷൻ ഇസ് 1 centimeter, ഏരിയ ഷുഡ് ബി 10 raised to 9 meter square. 10 raised to 9 meter square. That is, which is a plate about 30 kilometer in length and breadth. പ്ലേറ്റ് 30 kilometer in length and breadth ആയിരിക്കണം. പ്ലേറ്റ് 30 kilometer in length and breadth ആയിരിക്കണം. എന്താ പ്ലേറ്റ് അത്രയും, ഇതാണ് 1 ഫാരഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാനുള്ളത് ഇഫക്റ്റ് ഓഫ് ഡൈ ഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് എന്താണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ബട്ട് ഇവിടെ എന്താണുള്ളത്? എയർ ആണുള്ളത്, എയർ. അടുത്ത് നമുക്ക് ഡൈഇലക്ട്രിക് എന്ത് ചെയ്യാം? അവിടെ ഇൻസേർട്ട് ചെയ്യാം, ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാറും. സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഉണ്ടാവും. ഇവിടെ സിഗ്മ പി എന്താണ്? ആക്ച്വലി സിഗ്മ പി ഈസ് ആക്ച്വലി സി. Consider next a dielectric inserted between the plates, fully occupying the intervening region. അതായത് ഇതാണ് നമ്മളെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിന്റെ ഫുൾ ഓക്യുപ്പൈങ് രീതിയിൽ എന്ത് ഞാൻ ഒരു ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യും. Okay, the dielectric is polarized by the field and as explained in section 2.1 note. Okay, polarization സംഭവിക്കും ഡയലക്ട്രിക്കിന്. And the effect is equivalent to charged sheet. Correct അല്ലേ? At the surface of the dielectric normal to the field with the surface charge density sigma p and minus sigma p. ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പൊ ഈ പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ, ഇവിടെ സിഗ്മ അല്ലേ? അതേപോലെ ഈ ഡൈലക്ട്രിക്കും ഡൈലക്ട്രിക് പോളറൈസ് ചെയ്തതിനു ശേഷം ഡൈലക്ട്രിക്കിന്റെ ഇവിടെ മൈനസ് സിഗ്മ അല്ലേ, ഇവിടെ പോസിറ്റീവ് സിഗ്മയും സിഗ്മ പി, അതായത് പോളറൈസ്ഡ് അല്ലെ സിഗ്മ പി, ഇവിടെയോ നെഗറ്റീവ് സിഗ്മ പി. കറക്റ്റ് അല്ലേ? സോ അവിടെയുള്ള
ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ടും അതേപോലെ സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ടും കാണും. ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. സോ അങ്ങനെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമ്മൾ കാണുകയാണെങ്കിൽ എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമുക്ക് വരുന്നത്? സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. എന്താണ് നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്? ഓക്കെ, സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. സോ സെയിം അപ്രോച്ച് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം അപ്രോച്ച്. സോ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. സോ ഇവിടെ ഇ എന്താണ്? ഈസ് സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. So electric field is equal to potential V is equal to, I can write potential V is equal to sigma minus sigma p divided by epsilon naught into D. Okay, and for linear dielectrics we expect sigma p to be proportional to E naught, that is to sigma. The sigma minus sigma p is proportional to sigma, and we can write sigma divided by k, sigma divided by k. Okay, and where k is the constant characteristic of the dielectric. Okay, നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? The product E naught k is called, epsilon naught k is called permittivity of the medium and it is denoted by E. Permittivity നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E is equal to permittivity of free space into k. So നമുക്ക് capacitance ലാസ്റ്റ് അങ്ങനെ എഴുതാം, capacitance C is equal to, or we can say C is equal to C naught into k. Clear? Yes. Okay. So നമ്മൾ ഇതിലെ ചോദ്യം നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. യെസ്, എന്താണ് നമ്മൾ ഇതിൽ ചോദ്യം? We have a parallel plate capacitor with air between the plates, has a capacitance 8 picofarad, that is 10 raised to minus 12 farad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with the substance of dielectric constant 6? Okay, we have a parallel plate capacitor with air between the plates, has a capacitance 8 picofarad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with the substance of dielectric constant 6? Okay, ഇതൊരു പെർഫെക്റ്റ് ചോദ്യമായിരിക്കും. ഇത് ഡയലക്ട്രിക് ഇൻസേർട്ടും ചെയ്യുന്നുണ്ട്, പിന്നെയോ ഡയമെൻഷനിലും വ്യത്യാസം വരുത്തുന്നുണ്ട്. സോ എന്തായിരിക്കും പൊട്ടൻഷ്യലിലെ മാറ്റം? അതിൽ നമ്മൾ കാണേണ്ടത്. യെസ്, നമുക്കതിലേക്ക് വരാം. സോ ഞാനിത് ആദ്യം എന്ത് ചെയ്യട്ടെ? എറേസ് ചെയ്ത് കളയട്ടെ. ഓക്കെ, കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ ഡി. എയർ ആണെങ്കിൽ അല്ലേ? ഇനി സി ഡാഷ് എന്താണ്? അതായത് ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചപ്പോ പറയാം എ ഇൻറ്റു എപ്സിലോൺ നോട്ട് അല്ല, എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഡി. ഇവിടെ നമുക്ക് എപ്സിലോൺ എങ്ങനെ പറയാൻ പറ്റും? എപ്സിലോൺ വിൽ ബി കെ ടൈംസ് എപ്സിലോൺ നോട്ട്. അല്ലേ, നമ്മൾ കണ്ടല്ലേ? Epsilon will be k times epsilon naught. Correct. Epsilon will be k times epsilon naught, and k is known as dielectric constant. 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 ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് k എത്രയാണ് ഗിവൺ? 6. ഇലക്ട്രിക് കോൺസ്റ്റന്റ് k ഇവിടെ എത്രയാണ് ഗിവൺ? Okay. So ഇവിടെ C dash will be a epsilon നമുക്ക് k into epsilon naught divided by d എഴുതും അല്ലെ? And between the plate is reduced by half and space. Okay, ഏരിയയിൽ മാറ്റമൊന്നും വരുന്നില്ല. ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് d dash എടുക്കാം. ഡിസ്റ്റൻസ് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് between the plates is reduced by half. The distance between the plates is reduced by half. വരുമ്പോൾ നമുക്ക് d dash എന്താണ് ആക്ച്വലി ഇവിടെ? d divided by 2. So new capacitance C dash is equal to a epsilon naught divided by d dash is actually d by 2. k into 2 a epsilon naught divided by d ഇങ്ങനെ എടുക്കേണ്ടി വരും. And this a epsilon naught divided by d
A epsilon naught divided by ഇത് ആക്ച്വലി എന്താണ്? Yeah, initial capacitance അല്ലേ? And that is given how much? That is given 8 picofarad. So new capacitance C dash will be 2 into K is dielectric constant is 6, 8 into 10 raised to minus 12 farad. 2 into 6 into 8 into 10 raised to minus 12 farad. It will turns out as 12 into 8. That is actually 96 into 10 raised to minus 12, or I can write 96 picofarad. 96 picofarad. Okay, clear? Yes. Okay. Alright. Yes. The parallel പെട്ടി കപ്പാസിറ്റർ കഴിഞ്ഞു. അതിൽ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്താലുള്ള ഞാൻ സിംപിളി ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്താൽ ഒന്നും നോക്കാനില്ല. സിംപിളി നമ്മൾ ഡയലക്ട്രിക് ഇല്ലെങ്കിൽ എന്താണ്? C is equal to A epsilon naught divided by D. Dielectric വന്നാൽ C dash will be A into epsilon divided by D. ഈ epsilon എന്തായിരിക്കും? Dielectric constant K times epsilon naught. Easy. Okay, very simple. Yes. അടുത്ത നമുക്ക് കപ്പാസിറ്റേഴ്സിനെ സീരീസിലെയും പാരലലും കണക്ട് ചെയ്തിട്ട് നോക്കണം. ആദ്യം നമുക്ക് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ഇതായിരിക്കും എന്ത്? നെറ്റ് കപ്പാസിറ്റൻസ് വരിക. അതായത് ഇതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ വരുന്നത്. സീരീസ് കോമ്പിനേഷൻ അതായത് സിംപിളി പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ കപ്പാസിറ്റേഴ്സിനെ എങ്ങനെ സീരീസിലി കണക്ട് ചെയ്തു? C1, C2, C3. So net capacitance will be that is 1 by C will be 1 by C1 plus 1 by C2 plus 1 divided by C3. That net capacitance 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. Clear? Yes. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത് 2 കപ്പാസിറ്റൻസ് ഉണ്ട്. ഞാൻ അതിനെ സീരീസിൽ കണക്ട് ചെയ്യാണ്. സപ്പോസ് ഇത് 2 നാനോ ഫാരഡ്, ഇത് 4 നാനോ ഫാരഡ്. സോ ഇതിന്റെ നെറ്റ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? നെറ്റ് കപ്പാസിറ്റൻസ് സിംപ്ലി 1 by C equal to 1/2 plus 1/4. 1 by C is equal to 4 plus 6, that is 6 divided by 8, or I can write C equal to 8 divided by 6, that is 4 divided by 3, that is 1.333 nanofarad. 1.33 nanofarad. Okay, ഇതാണ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ. അടുത്തത് നോക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ കണക്ട് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഈ കപ്പാസിറ്റൻസ് വരെ ജസ്റ്റ് ആഡ് ചെയ്ത് C1 പ്ലസ് C2 പ്ലസ് എക്സെട്രാ പ്ലസ് ചെയ്യാം. അതായത് നമ്മൾ പാരലലിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും. അതായത് സപ്പോസ് ഐ ഹാവ് 3 capacitors C1, C2, C3. So net capacitance C will be C1 plus C2 plus C3. C1 plus C2 plus C3. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 കപ്പാസിറ്റൻസ് ഉണ്ട്. നേരത്തെ എക്സാമ്പിൾ എടുക്കാം. 2 4, 2 നാനോ ഫാരഡ്, 4 നാനോ ഫാരഡ്. സോറി നമ്മൾ പഠിക്കുന്നത് പാരലൽ കണക്ഷൻ അല്ലേ? യെസ്, പാരലൽ കണക്ഷൻ. അത് പാരലലി കണക്ട് ചെയ്യണം. യെസ്. ഓക്കെ, സോ ഞാൻ പാരലലി കണക്ട് ചെയ്യുമ്പോൾ this will be C1, this C2 and this is C3. Okay, C1, C2, C3. So net capacitance will be C1 plus C2 plus C3. Okay, അതേപോലെ ഞാനിവിടെ എൻ്റെ കയ്യിൽ 2 കപ്പാസിറ്റർ ഉണ്ട്. 2 നാനോ ഫാരഡും 4 നാനോ ഫാരഡും. ഞാനതിനെ പാരലലി കണക്ട് ചെയ്യാണ്. 2ഉം 4നെയും പാരലലി കണക്ട് ചെയ്യട്ടെ. 2 നാനോ ഫാരഡ്, 4 നാനോ ഫാരഡ്. So C will be how much? 6 നാനോ ഫാരഡ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ പാരലലി ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിലോ 1 by C1 plus 1 by C2 plus എക്സെട്രാ up to 1 by Cn. ഓക്കെ, യെസ്. അടുത്ത ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് എന്തോ? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ എന്താണ് വരുന്നത്? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് 1/2 epsilon naught E square into AD.
എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇക്വേഷൻ എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്താന്ന് കിട്ടി? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് in a capacitor is U is equal to 1/2 epsilon naught E square A. ഇതാണ് എന്ത്? എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ is 1/2 epsilon naught E square AD. 1/2 epsilon naught E square AD. Okay. Note here, see the AD, A into D, where A is area and D is distance between the plate. AD is the volume of the region between the plates where electric field alone exists. Correct അല്ലേ? Actually AD എന്താണ് മീൻ ചെയ്യുന്നത്? ഇത് A, ഇത് D. A into D എന്ന് പറയുന്നത് ഈ സ്പേസ് അല്ലേ, ഈ സ്പേസ്. That is no, AD is the volume of the region between the plates where electric field alone exists. Electric field exist ചെയ്യുന്ന സ്ഥലമല്ലേ അല്ലേ? So if you define energy density, that is energy density is energy stored per unit volume. What is energy density? Energy density is energy stored per unit volume. Energy stored per unit volume. Energy stored per unit volume. That is energy density നമ്മൾ കാണുകയാണെങ്കിൽ energy density, that is a small u, that's energy stored per unit volume will be how much? 1/2 epsilon naught E square. 1/2 epsilon naught E square. Okay. Yes. Though we derived for the case of a parallel plate capacitor, the result on energy density of an electric field is in fact very general and holds true for electric field with any configuration of charges. So so the energy stored in the capacitor is 1/2 epsilon naught E square A into D. Energy stored per unit volume is 1/2 epsilon naught E square. Clear? Clear അല്ലേ? എനർജി സ്റ്റോർഡും കണ്ടു, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം നമ്മൾ എന്ത് ചെയ്തു കണ്ടു. സോ നമുക്ക് ഇനി ഇത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അടുത്ത 3 കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് ഓക്കെ, ഒരു കോമ്പിനേഷൻ ചോദ്യമുണ്ട്. അഗെയിൻ കോമ്പിനേഷൻ. അടുത്തത് നമുക്ക് കാണാനുള്ളത് ഓക്കെ കാണാം. എനർജി സ്റ്റോർഡിൽ നിന്ന് ചോദ്യമുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ഇന്നത്തേക്ക് ആക്ച്വലി ഇത്രയും മതി. ഓക്കെ. സോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ. എനർജി സ്റ്റോർഡ്. ഇവിടെ നോക്കിക്കോളൂ. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ. യെസ്. Energy stored U. Okay. Capacitor of capacitance C with charge equivalent voltage V is half QV, half CV square, half Q square by C. Okay. So the basic formula is energy stored. Q is equal to half CV square. ഇത് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാം. നമുക്കറിയാം C is equal to Q by V എന്നറിയാലോ. അത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഹാഫ് ക്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതേപോലെ ഹാഫ് Q സ്ക്വയർ ബൈ സിയിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്ത് വരാം. സോ ബേസിക് ഇക്വേഷൻ എങ്ങനെ ഓർമ്മിക്കുക? ഹാഫ് CV സ്ക്വയർ ആയിട്ട് ഓർമ്മിക്കാം. ഓക്കെ. എനർജി സ്റ്റോർഡ് വിൽ ബി ഹാഫ് CV സ്ക്വയർ ആൻഡ് വി നോ ദാറ്റ് Q is equal to CV. ഇവിടെ നമുക്കിനെ ഹാഫ് ഇൻറ്റു CV ഇൻറ്റു വി എഴുതി കൂടെ. സോ ഹാഫ് ഇൻറ്റു QV ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു Q. ഇനി നമുക്ക് സിന്റെയും ക്യൂവിന്റെയും ടേംസിൽ പറഞ്ഞോ. നമുക്കതിനെ V is equal to Q divided by C എന്ന് എഴുതി കൂടെ. അങ്ങനെ എഴുതുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q ഇൻറ്റു V എന്താണ്? Q divided by C. Q divided by C will be Q square divided by. So 3 ഫോമുല കിട്ടിയില്ലേ? Q square divided by 2C, half QV and half CV square. ക്ലിയർ? ഞാനിവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. സോ ബൈ. താങ്ക് യു.